ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ദി ചൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത്, ഒരുപാട് പേര് നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ പറയാറുണ്ട്, ചേച്ചി ഇത്ര മാസങ്ങളായി ഞങ്ങൾ പ്രഗ്നൻസിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നു, പക്ഷെ ഒന്നും തന്നെ ആകുന്നില്ല, ഞങ്ങൾ പ്രഗ്നൻ്റ് ആകുന്നില്ല. അപ്പോൾ ഞങ്ങളിനി എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണോ എന്ന് പലരും ചോദിക്കാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ, ഏകദേശം ഒരു 5 കാര്യങ്ങൾ, ഈ 5 കാര്യങ്ങൾ നിങ്ങൾ പ്രഗ്നൻസിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 3 മാസമൊക്കെ കഴിയുമ്പോഴേക്കും നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ ഈ എടുക്കുന്ന കാര്യങ്ങളുടെ എഫക്റ്റ് കിട്ടിത്തുടങ്ങും. അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ പ്രഗ്നൻസി ട്രൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പ്രഗ്നൻ്റ് ആകാനായിട്ട് സാധിക്കും. അപ്പോൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യം നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ഒന്നാണ് ഫോളിക് ആസിഡ് ടാബ്ലറ്റ് എടുക്കുക എന്നുള്ളത്. ഫോളിക് ആസിഡ് എന്ന് പറയുന്നത് നമ്മുടെ ഗർഭാവസ്ഥയുടെ തുടക്കത്തിൽ വരെ കുഞ്ഞിൻ്റെ ഗ്രോത്തിനും ഡെവലപ്മെൻറ്റിനും ന്യൂറൽ ഡെവലപ്മെൻറ്റിനും ഒക്കെ ഏറ്റവും കൂടുതൽ അനിവാര്യമായിട്ടുള്ള ഒരു വിറ്റമിനാണ് ഫോളിക് ആസിഡ് എന്ന് പറയുന്നത്. ഈ ഫോളിക് ആസിഡിൻ്റെ ഡെഫിഷ്യൻസി നിങ്ങളുടെ കുഞ്ഞിൻ്റെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ അത് ഭാവിയിലേക്ക് മറ്റു പല പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഗർഭസ്ഥ ശിശുവിന് ഉണ്ടാകുന്നതിന് കാരണമാകുന്നുണ്ട്. നമുക്ക് തീർച്ചയായും ഡോക്ടേഴ്സ് ഒരു പ്രഗ്നൻസിയുടെ ഫസ്റ്റ് ട്രൈമസ്റ്റർ മുതൽ ഏകദേശം ഒരു ലാസ്റ്റ് ട്രൈമസ്റ്റർ വരെയൊക്കെ ഫോളിക് ആസിഡിൻ്റെ മെഡിസിൻ തരാറുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് വോമിറ്റിംഗ് ഉള്ള സ്ത്രീകൾക്ക് മാത്രമേ ഫോളിക് ആസിഡ് സ്കിപ്പ് ചെയ്തിട്ട് മറ്റെന്തെങ്കിലും ഫോളിക് ആസിഡ് കണ്ടന്റ് അടങ്ങിയിട്ടുള്ള മെഡിസിൻ രൂപത്തിൽ തരാറുള്ളൂ. അപ്പോൾ ഈ ഫോളിക് ആസിഡ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് വേണ്ടുന്നത് ആദ്യത്തെ ഒരു ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് നടക്കുന്ന ഒരു മാസത്തിലാണ്. എന്നാൽ നിർഭാഗ്യവശാൽ നമ്മുടെ ഫസ്റ്റ് ട്രൈമസ്റ്ററിലെ 3/4 ഭാഗവും കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും നമ്മൾ ഫസ്റ്റ് മന്ത് പ്രഗ്നൻ്റ് ആണ് എന്ന് അറിയുന്നത്. ആ ഒരു സമയത്ത് നിങ്ങളുടെ ഫോളിക് ആസിഡിൻ്റെ ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഗർഭസ്ഥ ശിശുവിന് ബുദ്ധിമുട്ടുണ്ടാകുന്നതിന് കാരണമാകുന്നു. അത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യുകയാണെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിലും വേറെ എന്തെങ്കിലും മെഡിസിൻസ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ കൂടി തന്നെയും ഫോളിക് ആസിഡിൻ്റെ മെഡിസിൻ നിങ്ങൾ വാങ്ങിച്ചിട്ട് കഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഈ ഫോളിക് ആസിഡിൻ്റെ മെഡിസിൻ എന്ന് പറയുന്നത് നമുക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഒരു ഡോക്ടർ നമുക്ക് ഫോളിക് ആസിഡിൻ്റെ മെഡിസിൻ ഡയറക്റ്റ് ആയിട്ടൊരു മെഡിക്കൽ സ്റ്റോറിൽ പോയി വാങ്ങിച്ചിട്ട് നമ്മൾ കഴിക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. ഫോളിക് ആസിഡിൻ്റെ കണ്ടൻറ്റിനോടൊപ്പം ഗൈനക്കോളജിസ്റ്റും കൂടി പ്രിഫർ ചെയ്യുന്ന കണ്ടൻറ്റ് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റുകൾ ഒരുപാടായിരിക്കും. അപ്പോൾ ഫോളിക് ആസിഡ് കഴിക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫോളിക് ആസിഡ് കഴിച്ചിട്ട് പ്രഗ്നൻസി ട്രൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒരിക്കലും ഓവുലേഷൻ ഡേറ്റ് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യാതെ ഇരിക്കുക. സാധാരണയായിട്ട് ഒരുപാട് പേര് ചെയ്ത് വെക്കുന്ന ഒരു മിസ്റ്റേക്കാണ്, HCG ഇഞ്ചക്ഷൻ എടുക്കും, അല്ലെങ്കിൽ ഓവുലേഷനായിട്ട് നാച്ചുറലി നമ്മൾ മെഡിസിൻ കഴിച്ചിട്ടോ അല്ലെങ്കിൽ നാച്ചുറലി നമ്മൾ ട്രൈ ചെയ്യും. എന്നാണ് ഓവുലേഷൻ ഡേറ്റ് വരുന്നത് അതിൻ്റെ എക്സാക്ട് ദിവസം മാത്രം പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഇല്ലെങ്കിൽ അടുത്തുള്ളൊരു ഫിസിഷ്യനെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാലോ ഇങ്ങനെയുള്ള എന്തെങ്കിലും പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുന്നുണ്ട്, അപ്പോൾ എന്തെങ്കിലും ഡിസോർഡർ എനിക്കുണ്ടോ, എന്തെങ്കിലും ഹോർമോണൽ ഇംബാലൻസസ് എനിക്കുണ്ടോ എന്നറിയണമെന്ന് താല്പര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഇപ്പോൾ തൈറോയിഡോ അതുപോലെ ഷുഗർ, വിറ്റമിൻ ഡെഫിഷ്യൻസീസ് എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടോ, വിറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി നിങ്ങൾക്കുണ്ടോ, ഇതെല്ലാം അറിയാൻ വേണ്ടിയിട്ട് ഒരു ടെസ്റ്റ് എഴുതി നിങ്ങൾക്ക് തരും. ആ ഒരു ടെസ്റ്റ് നിങ്ങൾ ഉടനെ തന്നെ ഒരു ലാബിൽ പോയിട്ട് നടത്തുക. ആ ടെസ്റ്റ് നടത്തിയതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ, അതായത് തൈറോയിഡ് ഉണ്ട്, ഷുഗർ ഉണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹോർമോണൽ ഇംബാലൻസസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ചിട്ട് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ മെഡിസിൻ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം തൈറോയിഡിൻ്റെ ബുദ്ധിമുട്ടും അതുപോലെ തന്നെ വിറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസീസും ഒക്കെ ഉള്ളവരിൽ പ്രഗ്നൻ്റ് ആകാനായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തൈറോയിഡിൻ്റെ പ്രശ്നമുണ്ട്, ഹൈപ്പർ തൈറോയിഡിസമോ അല്ലെങ്കിൽ ഹൈപ്പോ തൈറോയിഡിസമോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, വിറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസീസ് നിങ്ങൾക്കുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിറ്റമിൻ്റെ ഡെഫിഷ്യൻസീസ് നിങ്ങൾക്കുണ്ടെങ്കിൽ, ഷുഗർ ലെവൽ നിങ്ങൾക്ക് കൂടുതലാണെങ്കിൽ ഒക്കെ അതിനനുസരിച്ചിട്ടുള്ള മെഡിസിൻ എടുത്തതിന് ശേഷം അതൊന്ന് നോർമൽ ആക്കിയതിന് ശേഷം നിങ്ങൾ പ്രഗ്നൻസി ട്രൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ മന്ത് തന്നെ കൺസീവ് ആകാനായിട്ട് സാധിക്കുക കേട്ടോ. അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ സ്ട്രെസ്സ് കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് അവോയ്ഡ് ചെയ്യുക. ഓവുലേഷൻ കഴിഞ്ഞിട്ട് ചേച്ചി ആ സൈഡ് വേദന എടുക്കുന്നുണ്ട്, അത് പ്രഗ്നൻസി ആയിരിക്കുമോ, അല്ലെങ്കിൽ അപ്പുറത്തെ വയറിൻ്റെ സൈഡ് വേദന എടുക്കുന്നുണ്ട്, അത് പ്രഗ്നൻസി ആയിരിക്കുമോ, പിമ്പിൾസ് വരുന്നുണ്ട്, അത് പ്രഗ്നൻസി ആയിരിക്കുമോ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഓരോന്നും നിങ്ങൾ ചോദിക്കുന്ന ആ ഒരു സമയത്ത് നിങ്ങളുടെ ടെൻഷനും അതുപോലെ നിങ്ങളുടെ സ്ട്രെസ്സും ഈ മാസവും എനിക്ക് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു സ്ട്രെസ്സാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വരുന്നത്. എനിക്കറിയാം നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണെന്ന്, ഫാമിലിയിൽ നിന്നുള്ള പ്രഷറും ഈവൻ ഹസ്ബൻഡിൽ നിന്ന് വരെ പലരും പ്രഷർ അനുഭവിക്കുന്നുണ്ടാകും. പക്ഷേ ഈ പ്രഷർ നമ്മൾ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിക്ക് നമ്മൾ ഈ പ്രഷർ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇംപ്ലാന്റേഷൻ ഫെയിലായി പോകും. നിങ്ങളോട് ഈ ചോദിക്കുന്ന ആൾക്കാർക്ക് കുഞ്ഞുങ്ങളുണ്ടായില്ലേ എന്ന് ചോദിക്കുന്ന ആൾക്കാർ ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അവരുടെ ലൈഫുമായിട്ട് അവർ മൂവ് ഓൺ ചെയ്ത് പോകും. പക്ഷേ നിങ്ങൾ
അപ്പോഴും അവിടെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അതുമൂലം ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ സ്ട്രെസ് ആവാതെ കംപ്ലീറ്റ് ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓവുലേഷൻ സമയത്ത് നിങ്ങൾക്ക് അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ തോട്ട്സ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. ബുക്ക് വായിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ അത് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസ് കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ അത് ചെയ്യുക, പാട്ട് കേൾക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ അത് ചെയ്യുക. ഏതിലാണോ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആയിട്ടിരിക്കുന്നത് അത് ചെയ്യാനായിട്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക കേട്ടോ. കംപ്ലീറ്റ് ആയിട്ട് സ്ട്രെസ് അവോയ്ഡ് ചെയ്യുക. ഏറ്റവും അവസാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് പ്രഗ്നൻസി നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട് ഒരു 6 മാസം, അതായത് ഇപ്പോൾ ഒരു 30 വയസ്സിന് മുകളിലുള്ളവർ ഒരു 6 മാസം, 30 വയസ്സിന് മുകളിലല്ല 30 വയസ്സിന് താഴെയുള്ളവർ, ഒരു 20-നും 30-നും ഇടയ്ക്കുള്ള സ്ത്രീകൾ പ്രഗ്നൻ്റ് ആകാനായിട്ട് ട്രൈ ചെയ്തിട്ട് നിങ്ങൾ ആകുന്നില്ല, നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ആകുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഒരു വർഷം വരെയൊക്കെ വെയിറ്റ് ചെയ്ത് ഒരു ഡോക്ടറെ കാണാൻ ട്രൈ ചെയ്ത് നിന്നാലും പ്രശ്നമില്ല. പക്ഷേ ഒരു 35 വയസ്സിന് മുകളിലോട്ടുള്ള സ്ത്രീകളൊക്കെയാണ് നിങ്ങൾ മാരേജ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കുട്ടി ആകുന്നില്ല, അല്ലെങ്കിൽ രണ്ടാമത്തെ കുട്ടി നിങ്ങൾക്ക് ആകുന്നില്ല എങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യരുത്. ഒരു 6 മാസത്തെ സൈക്കിൾ നിങ്ങൾ ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങൾ പ്രഗ്നൻ്റ് ആകുന്നില്ല എങ്കിൽ ഉടനെ തന്നെ നിങ്ങളൊരു ഡോക്ടറെ കാണാനായിട്ട് ശ്രദ്ധിക്കുക. ഈ 20-30 കാറ്റഗറിയിൽ വരുന്ന സ്ത്രീകളൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു 5 മാസം കഴിഞ്ഞിട്ട് മതി, അല്ലെങ്കിൽ ഒരു 3 മാസം കഴിഞ്ഞിട്ട് മതി കുട്ടി എന്ന് ചിന്തിക്കുന്നവരുണ്ടാവുമല്ലോ. അവരതിന് ശേഷം ട്രൈ ചെയ്ത് നോക്കുന്നത് ചിലപ്പോൾ ഒരു 4-ാമത്തെ മാസം മുതലൊക്കെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു 7 മാസമൊക്കെ നമ്മൾ മുൻപോട്ട് നമ്മൾ കറക്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പ്രഗ്നൻ്റ് ആകും. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവരൊക്കെ ഉടനെ തന്നെ ഒരു ഡോക്ടറെ പോയി കാണണമെന്നില്ല. നേരെ മറിച്ച് നമുക്ക് പ്രായം കൂടി വരുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ഒരിക്കലും ഡോക്ടറെ കാണുന്നത് വെയിറ്റ് ചെയ്ത് നിൽക്കരുത് എന്നാണ് ഡോക്ടേഴ്സും അതുപോലെ തന്നെ ഒരുപാട് പേര് നമ്മളോട് സജസ്റ്റ് ചെയ്യുന്നൊരു കാര്യം. അത് നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് ഉറപ്പായിട്ടും ശ്രദ്ധിക്കുക കേട്ടോ. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഒരു മാസം തന്നെ പ്രഗ്നൻ്റ് ആകാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.